ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് കറിവേപ്പില വെച്ചിട്ട് ഒരു ഗ്രേവി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കറിവേപ്പില നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ ആക്കി ഇതേപോലെ എടുത്ത് വെക്കുക. ഇതിനാവശ്യമുള്ളത് നല്ലെണ്ണ, കൊച്ചുള്ളി, വെളുത്തുള്ളി. അപ്പം നല്ലെണ്ണ കുറച്ച് തോനെ ഒഴിച്ചു കൊടുക്കുക. കടുകിടുക, ഉലുവ ഇടുക. അതിനുശേഷം 2-3 കുരുമുളക് കഷ്ണവും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് കടുക് പൊട്ടി വരുന്ന അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ച് വെക്കുക. ഇത് കറിവേപ്പില ഇങ്ങനെ അരച്ച് വെക്കുക. അരച്ചതിന് ശേഷം നമ്മൾ ആ വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നല്ല മിക്സായി വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. ആ കറിവേപ്പിലയുടെ എല്ലാം ഒരു സ്മെല്ല് വരും. തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് തീ നല്ലതായിട്ട് കുറച്ച് വെക്കുക ഈ സമയത്ത്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് കായപ്പൊടി കുറച്ച് തോനെ ഇട്ട് കൊടുക്കുക. കായപ്പൊടിയുടെ സ്മെല്ല് കുറച്ച് മുന്നേ നിൽക്കണം. അതിന് ശേഷം ഇത് ഞാൻ ഇട്ടേക്കുന്നത് മുളക് പൊടി മല്ലിപ്പും കൂടെ മിക്സ് ചെയ്തതാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിക്കനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ തക്കാളി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുളി മാത്രം നോക്കുക. പുളി നോക്കി ഉപ്പിടുക. പുളി ആവശ്യത്തിനുണ്ടെങ്കിൽ നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ശേഷം തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ലൂസായിട്ട് വേണമെന്നെങ്കിൽ ഇങ്ങനെ ഇതേപോലെ നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാം. ഞാൻ കുറച്ച് കട്ടിയായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് എണ്ണയെല്ലാം മൂളി വരുന്ന രീതിയിൽ എടുക്കുക. നമ്മൾ കുട്ടികളെല്ലാം കറിവേപ്പില എടുത്ത് കളയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കി കറിവേപ്പില എല്ലാം ബോഡിയിൽ പോയിട്ട് ആ മുടിയൊക്കെ നന്നായിട്ട് വളർന്നു വരും. അപ്പോൾ ഇതേപോലെ കുഞ്ഞു വീഡിയോകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.